ഗ്രേസ് മീഡിയ യൂട്യൂബ് ചാനലിൽ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അരുവിക്കരയ്ക്ക് അടുത്താണ് കേട്ടോ. അരുവിക്കരയ്ക്ക് അടുത്ത് നമ്മുടെ ഈ സ്ഥലം നിങ്ങൾക്ക് പരിചയം കാണും. നമ്മുടെ സിനിമകളിലും സീരിയലിലും ഒക്കെ ലൊക്കേഷനായിട്ടുള്ള നമ്മുടെ കൂവക്കുടി ഗ്രൗണ്ട് ആ ഭാഗത്താണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കൂവക്കുടി പാലത്തിനടുത്താണ്. അപ്പോൾ ഇതുവഴി പോകുന്ന ആൾക്കാർ എല്ലാവരും റോഡ് സൈഡിൽ നിർത്തി കുറച്ചെങ്കിലും ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. ഇതിപ്പോൾ ഒരു ദുരന്ത ഭൂമി പോലെ കിടക്കുന്നുണ്ടല്ലേ. അപ്പോൾ എന്താണ് സംഭവം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ആൾക്കാർ അവിടെ നോക്കി നിൽക്കാറുണ്ട്. ഒരു ഡ്രഡ്ജർ വന്നിട്ടുണ്ട്, ഒരു വലിയൊരു ഡ്രഡ്ജർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. നമ്മുടെ ഈ ചാനലിൽ ഫെസ്റ്റിവൽ കാര്യങ്ങൾ നോട്ടിഫിക്കേഷനൊക്കെയാണ് കൂടുതൽ ഇടുന്നതെങ്കിലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളും കൂടെ നമ്മുടെ ചാനലിൽ വന്നു പോകുന്നുണ്ട്. കരകുളം പാലം ഫ്ലൈ ഓവറിൻ്റെ പണിയുടെ ന്യൂസ് നമ്മൾ ഇട്ടിരുന്നു. അപ്പോൾ അതുപോലെ ഇതൊരു ആവശ്യമെന്ന് കണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മുടെ പേപ്പാറയിൽ നിന്ന് വരുന്ന വെള്ളം കരമനയാർക്കൂടെ ഇതുവഴി അരുവിക്കര ഡാം കഴിഞ്ഞ് അങ്ങ് സിറ്റിയിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ വർഷങ്ങൾക്ക് മുന്നേ മണൽ വാരലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം മണൽ വാരൽ നിർത്തിയതിന് ശേഷം ഇവിടെ മണൽ വാരലും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ റിസർവോയർ ഏരിയകളിലൊക്കെ ഇതുപോലെ ചെളിയും അതുപോലെ മണലും അതുപോലെ പായലും പുല്ലും എല്ലാം കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയാണ് വർഷങ്ങളായിട്ട് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ റിസർവോയർ ഏരിയ ആണ്. ഇത് മാത്രമല്ല, ഒരുപാട് ഏരിയ ഉണ്ട് അരുവിക്കര ഡാമിൻ്റെ റിസർവോയറായിട്ട്. ഏകദേശം ഇവർ സ്പോട്ട് ചെയ്യുന്നത് ഒരു 8 സ്ഥലങ്ങൾ മെയിനായിട്ട് ചെളിയും പായലും മണലും ഒക്കെ വാരി നമ്മുടെ റിസർവോയർ ഏരിയയുടെ ആഴം അല്ലെങ്കിൽ വലിപ്പം കൂട്ടുക, നമ്മുടെ സ്റ്റോറേജ് കൂട്ടുക. ഇതാണ് മെയിൻ ഉദ്ദേശം. 1-2 ദിവസമൊന്നുമല്ല, വർഷങ്ങളെടുക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിരുന്നു. നമ്മുടെ അതിന് ശിലാസ്ഥാപനമൊക്കെ നമ്മുടെ ഡാം സൈറ്റിൽ അവിടെ ഇട്ടു. ഒരു ഇനാഗുറേഷൻ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതുപോലെ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് പടിപടിയായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. നേരെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് ഡ്രഡ്ജർ കാണാം. അതിനപ്പുറം ഉള്ളത് നമ്മുടെ നെടുമങ്ങാട് വെള്ളനാട് മെയിൻ റോഡാണ്. തൊട്ടപ്പുറത്താണ് കൂവക്കുടി പാലം വരുന്നത്. അപ്പോൾ ഇതാണ് സംഭവം. നമ്മുടെ കൂവക്കുടി പാലത്തിൻ്റെ അടുത്തായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളത്. ഈ രീതിയിൽ നമ്മൾ കാണുന്ന ഈ കാട് ഒക്കെ കുറേ നീക്കം ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ള സ്ഥലമൊക്കെ കുറേ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ ഇതിൻ്റെ അപ്ഡേറ്റ് ഇടുന്നതായിരിക്കും. കുറച്ച് നാളൂടെ കഴിയട്ടെ. ഇപ്പോൾ പണി തുടങ്ങിയതിന് ശേഷം നമ്മൾ ഡ്രഡ്ജർ കൊണ്ടുവരുന്നതും അതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോഴൊന്നും വീഡിയോ ഇടാത്തത് എന്താണ് എന്നുള്ളത് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം ഇടാന്നുള്ളത് വിചാരിച്ചാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് തട പോലെ വെച്ചിട്ട് അങ്ങ് അകത്തോട്ടുള്ള കൈതക്കാടും അങ്ങനെയുള്ള കാടുകളൊക്കെ നീക്കം ചെയ്യുകയാണ്. ബാക്കി ഇതിൻ്റെ ആധികാരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർക്കേ അറിയാവുള്ളൂ. അതിൻ്റെ പദ്ധതികളും കാര്യങ്ങളൊക്കെ ഇവർക്കേ അറിയാവുള്ളൂ. ആൾക്കാരെ സമീപിച്ചിട്ടുണ്ട്. എന്തെങ്കിലും അപ്ഡേറ്റുകൾ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് സംഭവം. നമ്മുടെ കൂവക്കുടി ആറിന് സമീപം പണി നടക്കുന്ന ഇതാണ് വെള്ളത്തിൻ്റെ സ്റ്റോറേജ്. അതായത് പേപ്പാറ ഡാമിൽ നിന്ന് തുറന്നു വിടുമ്പോൾ തന്നെ നമ്മുടെ ഇവിടെ അരുവിക്കര ഡാം ഏകദേശം തുറക്കാനുള്ള ഒരു സ്ഥിതിയാണ്. കാരണം ഇതെല്ലാം കൊണ്ട് സ്റ്റോറേജ് വളരെ കുറവാണ്. സ്റ്റോറേജ് കൂട്ടുക എന്നുള്ള ഒരു രീതിയിൽ നമ്മളെ പണികൾ ആരംഭിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് സംഭവം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഏകദേശം ഒരു 8 സ്ഥലങ്ങളുണ്ട് ഇതുപോലെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ ചാനൽ തന്നെ ഇട്ടേക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ ഡ്രഡ്ജർ, ഒരു കൂറ്റൻ ഡ്രഡ്ജർ. ഇന്ന് പണി എന്തോ കുറച്ച് സമയത്തേക്ക് നിർത്തി വെച്ചിരിക്കുകയാണ്. ഒരു റെസ്റ്റ് ടൈമിൽ എന്തോ ആണ്. ചില ദിവസങ്ങളിൽ വരുമ്പോൾ ഇവിടെ ഡ്രഡ്ജർ പണി ചെയ്തുകൊണ്ട് നിൽക്കുന്നത് കാണാൻ പറ്റും. ഇത് മാത്രമല്ല, ഇനി ഒരുപാട് മെഷീൻസ് വരാനുണ്ട്. പിന്നെ ഇവിടെ നിന്ന് മണൽ നീക്കം ചെയ്ത് അതിനെ വിൽക്കാനുള്ള പരിപാടിയാണ്, അതൊക്കെ ഉണ്ട്. അതിൻ്റെ കാര്യം ആധികാരികമായിട്ട് എനിക്ക് പറയാൻ അറിയാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അപ്പോൾ അങ്ങനെയുള്ള പരിപാടിയുണ്ട്. ഇവിടെ മണലും ചെളിയും എല്ലാം നീക്കം ചെയ്ത് മണൽ ഒരു സ്ഥലത്ത് കളക്ട് ചെയ്ത് വിൽക്കാനുള്ള പരിപാടി എന്തൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്രഡ്ജർ. ഒരു വലിയൊരു ഡ്രഡ്ജറാണ്. അപ്പോൾ ഇത് പണി ചെയ്ത സ്ഥലമാണ് കേട്ടോ. തിരുവനന്തപുരം നഗരത്തിന് മുഴുവൻ കുടിവെള്ളം എത്തിക്കുന്ന ഒരു പഞ്ചായത്താണ് അരുവിക്കര ഗ്രാമപഞ്ചായത്ത്. തിരുവനന്തപുരം നഗരത്തിൽ മുഴുവനും ശുദ്ധജലം എത്തിക്കുക എന്ന് പറയുന്ന വലിയ ഒരു യജ്ഞമാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഈ അരുവിക്കര ഡാമിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പണ്ട് ഒരു ചെക്ക് ഡാം ആയിരുന്നതായിട്ടാണ് എൻ്റെ ഒരു അറിവ്. അതിനുശേഷം കുറേ കാലങ്ങൾക്ക് ശേഷം മണലും വന്നടിഞ്ഞ് റിസർവോയറിൻ്റെ ഒരു ശേഷി കുറയുകയുണ്ടായി. കുറേ വർഷങ്ങൾക്ക് മുൻപ് ഇത് എനിക്ക് തോന്നുന്നു ഒരു 2015
ആ കാലഘട്ടത്തിലൊക്കെയാണ് ഒരിക്കലൊരു സംരംഭം ഇതുമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങിയത്, ഒരു ചെറിയൊരു യജ്ഞം. പക്ഷെ കുറച്ച് വണ്ടലും മണലും ഒക്കെ മാറ്റിയെങ്കിലും പിന്നീട് അതവിടെ നിർത്തപ്പെട്ടു. വീണ്ടും ഇപ്പോൾ നമ്മുടെ സർക്കാർ മുന്നിട്ടിറങ്ങി ബഹുമാന്യനായ നമ്മുടെ അരുവിക്കരയുടെ MLA അഡ്വക്കേറ്റ് ജി സ്റ്റീഫൻ അവർ അദ്ദേഹത്തിൻ്റെ കൂടെ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഡിസ്റ്റിലേഷൻ ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ ചെളിയും മണ്ണുമെല്ലാം മാറ്റി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തിരുവനന്തപുരം നഗരസഭയ്ക്ക് മൊത്തമായിട്ടും നമ്മുടെ പഞ്ചായത്തിനും എല്ലാത്തിനും ആവശ്യമായ കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള എല്ലാ സംവിധാനവും ഇവിടെ എത്തിച്ചേരും. ഈ റിസർവോയറിൻ്റെ കപ്പാസിറ്റി വളരെയധികം വർദ്ധിക്കുകയും ചെയ്യും. വളരെയധികം എക്കലും മണ്ണുമാണ് ഇവിടെ അടിഞ്ഞു കിടക്കുന്നത്. ഇതിൻ്റെ ഈ വളരെ മനോഹരമായ അരുവിക്കര എന്ന് പറയുമ്പോൾ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ എനിക്ക് തോന്നുന്നു നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ്. നല്ലൊരു ശിവ പാർക്കുണ്ട്. 1,56,00,000 രൂപയ്ക്ക് നമ്മൾ ശിവ പാർക്ക് മെയിൻ്റനൻസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റിസർവോയറും കൂടി വളരെ ഭംഗിയാകുമ്പോഴേക്കും ഇതിൻ്റെ മുഖച്ഛായ തന്നെ മാറിപ്പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഭരണസമിതിയുടെ ഈ അവസാന കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു സംരംഭം ഏറ്റെടുത്ത സർക്കാരിനെ ഞങ്ങൾ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. ഇത് ഒരു കമ്പനിയാണിത് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അവരുടെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അതിൽ ഇതുവരെയും ചെളി നീക്കൽ ആരംഭിച്ചിട്ടില്ല. അതിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും നമ്മുടെ വീഡിയോസ് എത്തിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നാട്ടിലെ വിശേഷമായിട്ട് കണ്ടുമുട്ടാം. ബൈ.